1846. ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ് സുവിശേഷം. പാപത്തെക്കുറിച്ചാണ് ഇവിടുത്തെ വകുപ്പ് പാപമാണ്, കരുണയും പാപവും. ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം. യേശു ഇന്നലത്തെയല്ലോ വെള്ളിയാഴ്ചത്തെ സുവിശേഷം അതായിരുന്നില്ലേ? മത്തായിയുടെ വീട്ടിൽ യേശു വന്നു. മത്തായി ചൂക്കക്കാരൻ, പാപി. ആൾക്കാർ ഇവരെന്താ മത്തായിയുടെ വീട്ടിൽ ചൂക്കക്കാരൻ്റെ വീട്ടിൽ പോയേക്കണേ? നിങ്ങളുടെ ഗുരു എന്താണ് ചുങ്കക്കാരും പാപികളോട് കൂടെ ഭക്ഷണം കഴിക്കണേ? അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. ഇപ്പോൾ ഒരു വേശ്യയോ അല്ലെങ്കിൽ അതുപോലെ തിന്മയിൽ ജീവിക്കുന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ കയറ്റുമോ? കാര്യം ഇതൊക്കെ പറയും, നമ്മുടെ വീട്ടിൽ കയറ്റില്ല. ഇത്രയായിട്ടുള്ളൂ നമ്മുടെ സുവിശേഷം. ഈശോ അവരുടെ വീട്ടിൽ പോയി. ഈശോ പാപികളോടൊപ്പം ഭക്ഷണം കഴിക്കണം. എന്തുകൊണ്ടാണ് ഈശോ വന്നിരിക്കുന്നത്? പാപികളെ തേടിയാണ്, അവരെ രക്ഷിക്കാനാണ്. എന്തെന്നാൽ മാലാഖ ജോസഫിനെ അറിയിച്ചു, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. രക്ഷയുടെ കൂദാശയായ കുർബാനയെ സംബന്ധിച്ചും ഇത് ശരിയാണ്. എന്നിട്ട് കുർബാനയിലത്തെ പ്രധാന പ്രാർത്ഥന എന്താ? ഇത് എൻ്റെ ശരീരമാകുന്നു. എന്നിട്ട് എന്താ പറയണേ? പാപങ്ങളുടെ മോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടേതായ എൻ്റെ രക്തമാണ്. ഞാനിത് പറയുമ്പോൾ കണ്ണനെ ഓർക്കുകയാണ്. കാരണം കണ്ണൻ എൻ്റെ കൂടെ 10-25 വർഷമായിട്ടുള്ളതാണ്. കണ്ണൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും കണ്ണൻ അത് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി കണ്ണനോടൊന്ന് ചോദിക്കണം, നല്ലതാണ്. ഇപ്പം ഞാനതിവിടെ പറയണ്ട. ആ കണ്ണനെ എൻ്റെ ടീമിൽ ചേർത്ത് ഞാൻ കൊണ്ട് നടക്കായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് പറയട്ടെ കണ്ണ, ഒന്ന് പറയാം ചെറുതായിട്ട്. അപ്പോൾ ഇവൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഇവർ കുറേ നാളൊക്കെ ജയിലിലൊക്കെ സൂചിച്ചിട്ടുള്ളതാണ്. ജയിലിലൊക്കെ കിടന്നു. അവിടെ നിന്നാണ് എനിക്ക് ഇവരെ കിട്ടിയത്. അപ്പോൾ എൻ്റെ പ്രധാന ലക്ഷ്യം പാപിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് സുവിശേഷം. ഇവനൊരു വിശുദ്ധനായ ഒരാളെ സ്നേഹിക്കുന്നതിലല്ല, അവനിലുള്ള എല്ലാ പാപത്തോടും കൂടി ഞാൻ അവരെ സ്നേഹിച്ചു. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ നമ്മുടെ ടീമിൽ കൊണ്ടുപോവുകയാണ് ഞാൻ. പലർക്കും ചോദ്യചിഹ്നമാണ് ഇങ്ങനൊരാളെ ടീമിൽ കൊണ്ടു കിടക്കേ. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇവൻ്റെ കൂട്ടുകാരൻ, ഇവരും ബാക്ക് സീറ്റിലിരിക്കുകയാണ്. ഞാനും വണ്ടി ഓടിക്കുന്നത് ഒരു അച്ഛനാണ്. ഇവർ രണ്ടുപേരും പുറകിലിരുന്നിട്ട് ഭയങ്കര ഇടിച്ചിട്ട് പല്ലൊക്കെ പൊട്ടി ചോര വന്നേക്കാം. ഞാൻ അച്ഛനോട് ഒരു വണ്ടി നിർത്തുമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇവരെ പുറത്ത് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ഇവനെ അങ്ങ് കെട്ടിപ്പിടിച്ചട മോനെ, ദൈവം നിന്നെ എന്തോരം സ്നേഹിക്കണം. എന്നിട്ട് നിങ്ങൾ ഇതേമാതിരി ചെയ്യും. അത് അവൻ്റെ ജീവിതത്തിലെ ഒരു സ്പർശന നിമിഷമായിരുന്നു. മനസ്സിലായോ? അങ്ങനെ അവനിൽ മാറ്റമുണ്ടായി. ഇപ്പം നോക്കിയേ, ആ കണ്ണൻ ഇപ്പോൾ സുവിശേഷം പ്രഘോഷിക്കണം. ആ കണ്ണൻ എബ്രാഹമായി, അവൻ ഒരു മുസ്ലിം യുവതി വിവാഹം ചെയ്തു, അവൾ സാറയായി, അവർക്ക് ഉള്ള മകൻ ഇസഹാക്കായി. ഇതാണ് സ്ഥിതി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കണ്ണനെ വിളിച്ചപ്പോൾ ഞാൻ ഉടനെ ഓടി വന്നത്. ഇതൊരു സാക്ഷ്യമാണ്. എന്തിൻ്റെ സാക്ഷ്യം? അച്ഛൻ കത്തോലിക്കാ സഭയുടെ മതബോധനം പറയണതിൽ വലിയ സാക്ഷ്യമൊന്നും ഉണ്ടാവില്ല. കാരണം അച്ഛൻ്റെ ജോലിയാണത്, അച്ഛനത് പഠിച്ചേക്കാം. ഇത് നമ്മുടെ കണ്ണനെ. നിങ്ങൾ അടുത്ത് പോയി ചോദിക്കണം വിവരം മുഴുവൻ അറിയണമെങ്കിൽ. ചോദിച്ചിരിക്കുന്നത് നല്ലതാണ്. മുഴുവനും എനിക്ക് പറയണ്ട ഇവിടെ. നിങ്ങൾ നേരിട്ട് കണ്ണനെ കണ്ട് ചോദിച്ച്, മോനെ എന്താണ് നിൻ്റെ ജീവിത സാക്ഷ്യം? അതറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്തിനാണ്
ഈശോ മിശിഹ വന്നത് പാപികളെ തേടിയാണ്. നമുക്കിപ്പോഴുള്ള പ്രശ്നം, ഒരു പാപിയെ കാണുമ്പോ അവൻ ശരിയല്ല കേട്ടോ, അവൾ ശരിയല്ല, അവരുടെ കൂട്ടുകൂടെ കേട്ടോ, മാറി നടത്തും. ഇതല്ല സുവിശേഷം, അതല്ല നമ്മുടെ വിശ്വാസം. ഈ നമ്മുടെ തന്നെ ജീവിതത്തിലും ഇപ്പോഴും പാപമുണ്ട്. പക്ഷേ നമ്മൾ വിഷമിക്കണ്ട. ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പരിയാട്ടിയാൻ കുട്ടിയായ ഈശോ തമ്പുരാനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കട്ടെ. യേശു മിശിഹ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു. ഇത് വിശ്വസിക്കണം. എന്നിരുന്നാലും നമ്മൾ ഇനിയും നമ്മളിൽ ചില കുറവുകൾ ഉണ്ടാകാം. അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാ ദിവസവും ഉദാശകളും കുർബാനയും കുമ്പസാരവും ഒക്കെ ഉള്ളത്.